അമ്മയ്ക്ക് രാവിലെ തന്നെ മെഡിക്കൽ കോളേജിൽ പോകാണ്ടായതുകൊണ്ട് നേരത്തെ എണീറ്റ് രാവിലത്തേക്കുള്ള ദോശയും കറിയെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതെല്ലാം കഴിച്ച് നേരെ ഡ്യൂട്ടിക്ക് കയറി. ഇന്നിതാ നമ്മളെ ഷിനോജേട്ടനെല്ലാം കൊണ്ട് നേരെ നമ്മളെ കോഴിക്കോട് പൂളാടിക്കുന്നുള്ള സൈറ്റിലേക്ക് പോവാണ്. അവിടെ അല്ലറ ചില്ലറ പണിയെല്ലാം ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെതാ അവരെ സൈറ്റിലേക്ക് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി നേരെ തിരിച്ച് കോഴിക്കോട് സിവിലിലേക്ക് വരികയാണ്. അവിടെ നമ്മളെ വർക്കിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം തീർക്കാനുണ്ട്. ഞാനതെല്ലാം തീർത്ത് അവിടെ കുറച്ച് നേരം ഒന്ന് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് തിരിച്ച് നമ്മുടെ പണിക്കാരെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെതാ അവരെല്ലാം കൂട്ടി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ബൈപ്പാസ് വഴിയായിട്ടോ പോകുന്നുണ്ടായിരുന്നത്. വെസ്റ്റ് മണാശ്ശേരി എത്തിയപ്പം നല്ല രീതിക്കുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ടാകുമ്പോൾ പിന്നെ മണാശ്ശേരിത്തെ ബ്ലോക്ക് പതിവാണ്. എന്നാൽ ഇത്ര തോനെ കിട്ടുന്നത് ആദ്യമായിട്ടാട്ടോ എനിക്ക്. അങ്ങനെയുള്ള ബ്ലോക്കും കാര്യമെല്ലാം കഴിഞ്ഞ് അവരെ നേരെ സൈറ്റിലിറക്കി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ ജീപ്പിൽ കൂട്ടാണ്ട പോയെന്നും പറഞ്ഞ് ഒരുത്തനും ഇവിടെ ഒരേ പഴക്കത്തിലായിരുന്നു. അങ്ങനെ അവൻ്റെ പഴക്കം തീർക്കാനായിട്ട് രാത്രി ആകുമ്പോൾ നേരെ അവനെയും കൂട്ടി ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നേരെ അവൻ അവിടുന്ന് കയറ്റി വീട്ടിലിറക്കിയാൽ മതി എന്നാണ് ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരെ വണ്ടി എടുത്തു, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അങ്ങാടി കൂടെ റൗണ്ട് അടിച്ചിട്ടാണ് ചെക്കൻ നേരെ വീട്ടിലിറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഭയങ്കര ഒരു ആഗ്രഹമാണ് രാത്രിയും അല്ലെങ്കിലും എന്നും വണ്ടിയിൽ പോകാന്നുള്ളതാണ് കേട്ടോ ചെക്കൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ അതെല്ലാം നടത്തി നേരെ സംഘത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. സംഘത്തിൻ്റെ വാർഷികം കഴിഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഭാരവാഹികളൊക്കെ നിയമിക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ സ്ഥിരം ഭക്ഷണം തന്നെയാണ് ദോശയും